ഈ കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഒന്ന്, എം.ടി. വാസുദേവൻ നായർ തന്നെ പിണറായി വിജയനെ അല്ല ഉദ്ദേശിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു നിഷേധം പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വി.എസ്. രഞ്ജിത്തിനെ വിളിച്ചു, നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. നമ്മൾ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയെ കോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നാളെ ഒരു പക്ഷേ ദേശാഭിമാനിയെ കൊടുത്തിരിക്കുന്ന വാർത്ത ഞാൻ പറഞ്ഞ കാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ കോട്ട് അവസാനിക്കും. അവിടെ എം.ടി. വാസുദേവൻ നായർ പറയുന്നത് ഇങ്ങനെയാണ്: പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല. എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല. റഷ്യയിലേതടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിൻ്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും. അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല. മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല. ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ല. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടന ചടങ്ങിലെ തൻ്റെ പ്രസംഗം മാധ്യമങ്ങൾ വിവാദമാക്കുന്നതിൽ അടിസ്ഥാനമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇങ്ങനെ എം.ടി. വാസുദേവൻ നായർ പറഞ്ഞു എന്നാണ് ദേശാഭിമാനി പറയുന്നത്. ഞാനത് ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. ദേശാഭിമാനി പറയുന്നത് നാളെ ഒരുപക്ഷേ ദേശാഭിമാനി പറഞ്ഞത് ശരിയല്ല, ഞാൻ അങ്ങനെയല്ല ദേശാഭിമാനിയോട് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ ഈ കോട്ട് അവിടെ അവസാനിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്താണ്, നേരത്തെ സ്മൃതി പരുത്തിക്കാട്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു ഒരു ചർച്ചയ്ക്ക് ഞാൻ ഈ വിഷയത്തിൽ തയ്യാറാണെന്ന്. പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ ഒരു വേദിയിൽ വിമർശനം കേൾക്കാത്ത ആളാണോ? കേരള നിയമസഭയിൽ പിണറായി വിജയനല്ല, പിണറായി വിജയൻ്റെ അച്ഛൻ കോരനെതിരെ പോലും നമ്മൾ നിരന്തര വിമർശനം കേൾക്കുന്നതാണ്. അല്ല, ആയിക്കോട്ടെ, എവിടെയെങ്കിലും വിമർശനം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അവിടെ വിമർശനം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നവകേരള സദസ്സിലേക്ക് 41 ഇടങ്ങളിൽ അവിടുത്തെ MLA-മാർക്ക് വന്ന് മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയും വേദിയിലിരുത്തിക്കൊണ്ട് വിമർശനം ഉന്നയിക്കാമായിരുന്നു. ആ സാധ്യതയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത്. അപ്പോൾ നിയമസഭയിൽ പോരാ വിമർശനം എന്നുണ്ടെങ്കിൽ നവകേരള സദസ്സിൽ വിമർശനം ഉന്നയിക്കാമായിരുന്നു എന്നുള്ളതാണ് നമുക്കതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കേരളത്തിൻ്റെ എൻ്റെ തലമുറയിൽ ഒരു വിമർശനം, ഇത്രയധികം വിമർശനം ഏറ്റുവാങ്ങിയ ഒരു നേതാവ് വേറെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ 17 വർഷം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അതിനുശേഷം മുഖ്യമന്ത്രിയായി 2 തവണ അധികാരത്തിലെത്തുന്ന പിണറായി വിജയൻ കേട്ട വിമർശനങ്ങൾ എൻ്റെ തലമുറയിൽ മറ്റൊരു നേതാവും കേട്ടതായി എൻ്റെ മുന്നിലില്ല. അപ്പോൾ വിമർശനം കേൾക്കാൻ സാധിക്കാത്ത ഒരാളാണ് പിണറായി വിജയൻ എന്നുള്ള നിരീക്ഷണം ഒട്ടും ശരിയല്ല. ഞാൻ ഈ പ്രസംഗം ഒരു 3-4 ആവർത്തി വായിച്ചു. നോക്കൂ, ഇതിനകത്ത് എവിടെയാണ് പിണറായി വിജയനെ മാത്രമായി നോക്കൂ, അധികാര പ്രമത്തതയെ സംബന്ധിച്ച് കൃത്യമായ നിരീക്ഷണത്തിലൂടെ വിമർശനം നടത്തുന്നുണ്ട് എം.ടി. വാസുദേവൻ നായർ എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. അധികാര പ്രമത്തത പല അളവിൽ പല ആളുകളിലുണ്ടാകാം. ഇപ്പോൾ നരേന്ദ്രമോദിയിൽ ഒരളവുണ്ട്, പിണറായി വിജയനിലും വേറൊരളവുണ്ടാകാം. നേരത്തെ ഉണ്ടായിരുന്ന കെ കരുണാകരനോ AK ആൻ്റണിയോ ഉമ്മൻചാണ്ടിയിലോ ഓരോ തരത്തിൽ ആ അധികാര പ്രമത്തത ഉണ്ടാകാം. പക്ഷേ ഇവിടെ പ്രസംഗം നമ്മളൊന്ന് ആഴത്തിൽ വായിച്ചു നോക്കുമ്പോൾ അത് ആർക്കാണ് ചേരുക എന്നെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങൾ നടത്താം. എവിടെയും അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെൻറ്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള തുറന്ന അവസരമാണ് എന്നാണ് എം.ടി. വാസുദേവൻ നായർ പറയുന്നത്. നമുക്ക് സർവാധികാര പ്രയോഗം എന്നത് ഇന്ന് ഒന്നാമതായി ചേരുക ആർക്കാണ്? ഞാൻ പേര് പറയുന്നില്ല, ആർക്കാണ് ചേരുക എന്നുള്ളത് നോക്കണം. ഇന്ത്യയിലിപ്പോൾ നമ്മൾ സർവാധികാര പ്രമത്തത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉണ്ണി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് നമുക്കൊരു കേന്ദ്രമന്ത്രിയെ അറിയാതിരുന്നിട്ടുള്ളത്? നമുക്ക് ഇന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ നരേന്ദ്രമോദിയെ അറിയാം, നമുക്ക് നിർമ്മല സീതാരാമനെ അറിയാം, അമിത്ഷായെ അറിയാം, രാജ്നാഥ് സിംഗിനെ അറിയാം, S. ജയശങ്കറിനെ അറിയാം. അതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന എത്ര മന്ത്രിമാരെ അറിയാം? നമ്മൾ ഒരു വിഷയം വരുമ്പോൾ, ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഉടനെ ആ വകുപ്പിൻ്റെ മന്ത്രി ഏതാണെന്ന് നമ്മൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ കീഴിലല്ലേ പാർലമെൻറ്റ് നിൽക്കുന്നത്. ആ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് രാഷ്ട്രപതിയെ ക്ഷണിച്ചോ? ഇപ്പോൾ രാമക്ഷേത്രം ഇന്ത്യ ഗവൺമെൻറ്റാണ് നിർമ്മിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ വിളിച്ചോ? ഇന്ത്യയിൽ നമ്മൾ വ്യത്യസ്തമായ പദ്ധതികൾ സംബന്ധിച്ച് അതൊക്കെ സുഗമമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു ഉപായം എന്ന് പറയുന്നത് CAG ആണ്. CAGയുടെ ആരാണ് CAG എന്നത് സംബന്ധിച്ച് എത്ര പേർക്കറിയാം? നമ്മുടെ ഏത് കാലഘട്ടത്തിലാണ് നമുക്ക് CAGയെക്കുറിച്ച് അറിയാതെ പോയിട്ടുള്ളത്? CAG എന്ന് പറയുന്നത് നമുക്ക്
പേര് പോലും ഓർമ്മയില്ലാത്ത ഒരാളാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ റെഫർ ചെയ്ത് വന്നുകൊണ്ട് ഞാൻ പറയാം, ഗിരീഷ് മുർമു എന്ന് പറയുന്ന ഒരുപക്ഷെ മുൻപ് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, പിൽക്കാലത്ത് അമിത്ഷായുടെ സെക്രട്ടറി ആയിരുന്ന, പിൽക്കാലത്ത് ജമ്മു കശ്മീരിൻ്റെ ലഫ്റ്റനൻറ്റ് ജനറൽ ആയിരുന്ന ഒരാളെയാണ് CAG ആക്കി വെച്ചിട്ടുള്ളത്. നോക്കൂ, 2019 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തിൽ CAG നൽകിയിട്ടുള്ള റിപ്പോർട്ട്, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത് പാർലമെൻറ്റിൻ്റെ കാര്യത്തിലായാലും, മാധ്യമങ്ങളുടെ കാര്യത്തിലായാലും, ജുഡീഷ്യറിയുടെ കാര്യത്തിലായാലും, ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും ഈ സർവാധികാര പ്രമത്തത ആരാണിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയന് രാഷ്ട്രീയ പ്രമത്തതയുണ്ടെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കാൻ നമുക്ക് ഉപാധികളുണ്ട്. നമ്മൾ ഒരു മയവും പിണറായി വിജയനോട് കാണിച്ചതായി കാണുന്നില്ല. പക്ഷേ അങ്ങനെയാണോ നരേന്ദ്രമോദി? അല്പം മുമ്പ് ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ താങ്കളല്ലേ പറഞ്ഞത് 10 വർഷമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്ന്? നമുക്ക് ചോദ്യം ചെയ്യാനാവുന്നുണ്ടോ? നമ്മുടെ മാധ്യമങ്ങൾക്ക് ചോദ്യം ചെയ്യാനാവുന്നുണ്ടോ? മാധ്യമങ്ങളെയെല്ലാം തന്നെയും തങ്ങളുടെ വാഴ്ത്തുപാട്ടുകാരാക്കി നരേന്ദ്രമോദി മാറ്റിയില്ലേ? നമുക്ക് പോയി ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ മാധ്യമ സ്ഥാപനം എന്നെ അനുവദിക്കുന്നില്ലെങ്കിലും പോയി ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഇന്ന് ഇന്ത്യയിലുണ്ടോ? അപ്പോൾ ഈ നിലയിൽ അധികാരപ്രമത്തത എന്ന ഒരു വാക്ക് എം ടി വാസുദേവൻ നായർ ഉന്നയിക്കുമ്പോൾ, MT വാസുദേവൻ നായർ ആരെയാണോ ഉദ്ദേശിച്ചത്, അത് ഞാൻ പിണറായി വിജയനല്ല എന്ന് പറഞ്ഞതിലൂടെ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയുമെങ്കിൽ അത് നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച നരേന്ദ്രമോദിയെ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഇവിടെ ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ രണ്ടാം ഘട്ടത്തിൽ വന്നാൽ മതി. അല്ലല്ല, ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ ഞാൻ MT വാസുദേവൻ നായരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഇന്ത്യ വിഷൻ എന്ന ടെലിവിഷൻ ചാനൽ. MT വാസുദേവൻ നായരെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏതെങ്കിലും കാലഘട്ടത്തിൽ അദ്ദേഹം ഒരാളെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒളിച്ചും പാത്തും ഒക്കെ പറയേണ്ടതുണ്ടോ? ആരാ MT വാസുദേവൻ നായർ? ജ്ഞാനപീഠം ജേതാവാണ്. ഇന്ന് ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ MT വാസുദേവൻ നായരേ ഉള്ളൂ. പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ലളിതമായി നമ്മൾ MT വാസുദേവൻ നായരുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോഴായിക്കോട്ടെ, അദ്ദേഹം ഫിക്ഷൻ എഴുതുമ്പോൾ മാത്രമൊന്നുമല്ല വ്യക്തതയും ക്ലാരിറ്റിയൊന്നും, അദ്ദേഹം ലേഖനങ്ങൾ എഴുതുമ്പോൾ പോലും ഫിക്ഷനേക്കാൾ നല്ല ക്ലാരിറ്റിയോടുകൂടി എഴുതുന്നയാളാണ്. അദ്ദേഹം ഒരു കാര്യം നമ്മളോട് പറയുമ്പോൾ അത് നമ്മളോട് കൃത്യമായി നമ്മളോട് സംവദിക്കാൻ കഴിയുന്ന നല്ല ഭാഷാശുദ്ധി, നല്ല ക്ലാരിറ്റിയുള്ള ആളാണ് MT വാസുദേവൻ നായർ. ആ MT വാസുദേവൻ നായർക്ക് ഒളിച്ചും പാത്തും ഒക്കെ പിണറായി വിജയനെ വിമർശിക്കണം. പിണറായി വിജയൻ ആരെവിടെ ആ നിലയിൽ വിമർശിക്കാൻ? MT വാസുദേവൻ നായരെ പോലെ ആളുടെ മുന്നിൽ ആരുമല്ല. MT വാസുദേവൻ നായർക്ക് അത് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നോക്കൂ, ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും അതിനകത്ത് അത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ ഇവിടെ സ്മൃതി പരുത്തിക്കാട് വായിക്കുകയുണ്ടായി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ്. ആൾക്കൂട്ടം ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹമായി മാറുകയും സ്വയം കരുത്തു നേടി സ്വാതന്ത്ര്യം ആർജിക്കുകയും വേണം. ഭരണാധികാരി എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യം. ആൾക്കൂട്ടം സമൂഹമായി മാറണമെന്നും എങ്കിലേ റഷ്യക്ക് നിലനിൽപ്പുള്ളൂ എന്നും റീഹിനേക്കാൾ മുമ്പ് 2 പേർ റഷ്യയിൽ പ്രഖ്യാപിച്ചു. എഴുത്തുകാരായ ഗോർക്കിയും ചെഖോവും. തിന്മകളുടെ മുഴുവൻ ഉത്തരവാദിത്തവും സാറസ്റ്റ് വാഴ്ചയുടെ മേൽ കെട്ടിവെച്ച് പൊള്ളയായ പ്രശംസകൾ നൽകിയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിച്ചും ആൾക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്നതിന് അവർ എതിരായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം ഉള്ളിലേന്തുന്ന ഒരു റഷ്യൻ സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. ഈ ഒരു പാരഗ്രാഫ് ആരെക്കുറിച്ചാണ് ഉണ്ണി, ആരെക്കുറിച്ചാണ് ഡോക്ടർ അരുൺ, ആരെക്കുറിച്ചാണ് സ്മൃതി പരുത്തിക്കാട്? നോക്കൂ, ഇത് കൃത്യമായി ഈ ഒരു സെൻറ്റൻസ് സാറിസ്റ്റ് വാഴ്ചയുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഈ നേരത്തെ അരുൺ പറയുകയാണ് നരേന്ദ്രമോദി എന്ന കേന്ദ്ര സർക്കാരിന്മേൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണെന്ന്. എന്തൊരു വായനയാണ് അത് അരുൺ? നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദിയുടെ പാർലമെൻറ്റ് പ്രസംഗങ്ങളിൽ തന്നെ എടുക്കുക. പുറത്ത് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ വിമർശിക്കുന്നതും ഭള്ളു പറയുന്നതൊന്നും എടുക്കണ്ട. ഒരു പാർലമെൻറ്റ് പ്രസംഗത്തിൽ മാത്രം മുൻ പ്രധാനമന്ത്രിയെ, ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ആണിക്കല് വെച്ച ഒരാളുണ്ട്, ജവഹർലാൽ നെഹ്റു. ആ ജവഹർലാൽ നെഹ്റുവിനെ 19 തവണയാണ് ഒരൊറ്റ പ്രസംഗത്തിൽ നരേന്ദ്രമോദി വിമർശിച്ചത്. അങ്ങനെ ഒരു നരേന്ദ്രമോദി ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വസ്തുതാപരമായിട്ടുള്ള കേന്ദ്ര വിമർശനത്തെ ഇതുമായി താരതമ്യം ചെയ്തു പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. നോക്കൂ, മറ്റൊന്ന്
ഭരണകൂടം കൈയടക്കുക എന്നത് മാത്രമാണ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യമെന്ന് മാർക്സ് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും അവർ ഓർമ്മിപ്പിച്ചു. സമൂഹമായി റഷ്യൻ ജനങ്ങൾ മാറണമെങ്കിലോ, ചെക്കോവിൻ്റെ വാക്കുകൾ ഗോർക്കി ഉദ്ധരിക്കുന്നു, റഷ്യക്കാരൻ ഒരു വിചിത്ര ജീവിയാണ്, അതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം. നോക്കൂ, ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ കാര്യത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സുജിയ പാർവതിയുമായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞു, എന്താണ് കക്കൂസ്, എന്താണ് ഗ്യാസ്, എന്താണ് ഗംഗാ നദി ശുചീകരണം, ഈ കാര്യങ്ങളൊക്കെ തന്നെയും നിങ്ങളുടേത് ഒരു യഥാർത്ഥ പദ്ധതിയാണെങ്കിൽ അതിൻ്റെ ഉപഭോക്താക്കളുണ്ടാകും, അതിൻ്റെ ഗുണഭോക്താക്കളുണ്ടാകും. ആ ഗുണഭോക്താക്കളെയൊക്കെ നമുക്കറിയില്ല. നമ്മളോട് ഇവിടെ പറയും ഇത് ഉത്തരേന്ത്യക്ക് വേണ്ടിയാണ്, കക്കൂസ് ഉത്തരേന്ത്യക്ക് വേണ്ടിയാണ് പോലും. ഒരു ഉത്തരേന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയ പ്രൊജക്റ്റ് നീക്കിവെക്കുക എന്ന് വെച്ചാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി നീക്കിവെക്കുക. ഇവിടെ നമ്മളൊന്നും ആ പറയുന്ന പദ്ധതികളുടെ ഗുണഭോക്താവല്ല. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് 2 രൂപ പിരിച്ചു കൊണ്ടുപോയിട്ട് നമുക്ക് 20 പൈസ തരിക. എന്നിട്ട് ഉത്തരേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ 80 പൈസ കൊടുക്കുക. ഏതുമായിട്ടാണ് നമ്മൾ കൂട്ടിച്ചേർത്ത്? എനിക്ക് മറുപടി ഉണ്ട്, അതിലേക്ക് വരുന്നതിന് മുമ്പ്. Meet the editors.